മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. വരവൂർ പഞ്ചായത്തിന്റെ നടുവട്ടം അറവ് മാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം ഉൾപ്പെടുന്ന പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് ശേഖരിക്കുന്ന മിനി MCF, RRF യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലേക്കുമുള്ള റോഡാണ് 3 ദിവസം മുൻപ് രാത്രിയിൽ അടച്ചുകെട്ടിയത്. കോഴിയറവ് മാലിന്യങ്ങൾ സംഭരിച്ച് മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്. വഴി അടച്ചുകെട്ടിയതോടെ പ്ലാസ്റ്റിക് ശേഖരണം മുടങ്ങുകയും ശേഖരിച്ചവ വഴിയരികിൽ കെട്ടിക്കിടക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് വേലി പൊളിച്ച് നീക്കി വഴി സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയും സംരക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതിനെ തുടർന്ന് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, സ്ഥിരസമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സേതുമാധവൻ, VT സജീഷ് എന്നിവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചു. സ്ഥലത്തെത്തി നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ഇതിനുശേഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി EN ഹരിനാരായണന്റെ നേതൃത്വത്തിൽ വേലി പൊളിച്ചു നീക്കി. അറവ് മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കോഴി മാലിന്യം കയറ്റിവന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ ആവശ്യപ്പെട്ടും പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. 3 വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 വാഹനങ്ങൾ കൂടി ഉടൻ പിടികൂടിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധ സമരം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്തിന്റെ പൊതുവഴി, ശ്മശാന റോഡ്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ RRF, മിനി MCF എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിലേക്കുള്ള പോകുന്ന വഴിയാണ് അവിടെ ഇന്നേക്ക് 3 ദിവസമായി അടച്ചു കെട്ടിയിട്ട്. അതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും പോലീസിനെ സമീപിച്ചുകൊണ്ട് ആ വഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് റിക്കവറി സെൻ്റർ അവിടെ ഉള്ളതിനാൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്ന വീടുകളിൽ നിന്ന് കളക്ഷൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ കിടക്കുകയാണ്, നമ്മുടെ RRFിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ. അപ്പോൾ അതിനെതിരെ വഴി നമ്മൾ നീക്കം ചെയ്യുന്നതിന് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ പോലീസ് വീണ്ടും പറയുന്നത് സംരക്ഷണം വേണം പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ വീണ്ടും വെക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിനെതിരെയാണ് ഞങ്ങളിവിടെ പ്രതിഷേധിച്ചത്. ഇപ്പോൾ പോലീസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, നമ്മളിവിടെ മാലിന്യം കൊണ്ടുവന്ന വണ്ടി പിടിക്കാൻ 3 വണ്ടികളുണ്ടാവും. 3 വണ്ടികളും നമ്മൾ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 2 വണ്ടികളും നടപടി ഉണ്ടാവണമെന്നാണ്, അടിയന്തരമായി നടപടി ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. VCB ന്യൂസ്, എരുമപ്പെട്ടി.